ഇപ്പോൾ ഗായത്രി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഗായത്രി പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കുമൊക്കെ ഒരുപോലെ സ്വീകാരനായിരുന്ന ഗായകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു പാഠപുസ്തകം എന്ന നിലയിൽ ഒരു പക്ഷെ നിങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, അതിനൊപ്പം ഒരു സഹപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത്? എനിക്ക് ഈ ഒരു കുറഞ്ഞ വാക്കുകളിൽ അത് മുഴുവൻ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം. അന്ന് തൊട്ടേ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് കിട്ടിയ ഒരു അപൂർവം ഒരാളായിട്ട് അത്രയും ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഞാൻ, ആ ഒരു വരം ലഭിക്കുക എന്നുള്ളത്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഹിന്ദുസ്ഥാനി നന്നായി ചേരും. അദ്ദേഹം ഈവൻ എന്നെ ബോംബെയില് സുരേഷ് വാഡ്കർജിയുടെ അടുത്ത് പഠിക്കാനായിട്ട് അദ്ദേഹം നേരിട്ട് ഫോൺ വിളിച്ച് അദ്ദേഹത്തോട് പറയാം. അത്രയ്ക്ക് എന്താ പറയാ, അത്രയ്ക്ക് പാഷനറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു. മ്യൂസിക് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എവറി സെൽ ഓഫ് ഹിസ് ബീങ് മ്യൂസിക് എന്ന് അറിഞ്ഞിട്ടായിരുന്നു. അപ്പം നമ്മളൊരു ജൂനിയർ ആണെന്നോ അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ യാതൊരു നമുക്കങ്ങനെ ഒരു സെപ്പറേഷൻ അദ്ദേഹത്തിനോട് തോന്നില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നും ഒരു മ്യൂസിക് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും അധികം ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുള്ളത്. ഈവൻ ടുവേർഡ്സ് ലേറ്റർ ഇയേഴ്സ് അദ്ദേഹം പറയാറുണ്ട്, മോളെ ഞാനിപ്പോ അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ ലിസണിങ് എനിക്ക് അതില്ലാണ്ട് പറ്റില്ല. അപ്പം എങ്ങനെ ലെജൻസിനെ കേൾക്കണം, എങ്ങനെ അവരുടെ മ്യൂസിക് എങ്ങനെ ഇൻസ്പിറേഷൻ കിട്ടണം, ഇങ്ങനെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ്. ഇപ്പൊ സുശീലാമ്മയെ കുറിച്ചായാലും റഫീ സാഹിബിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ തിളങ്ങുന്നത്, സ്പാർക്കിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെ ഓഫ് കോഴ്സ് കോളേജിൽ നിന്ന് ഉള്ള പരിചയം തൊട്ട് അദ്ദേഹത്തിന്റെ പിന്നെ ഡുവറ്റുകൾ ഞാൻ മൂവീസിൽ പാടിയിട്ടുണ്ട്. കണ്ണിൽ കാശി തുമ്പികൾ, വിദ്യാസാഗർ, അതൊക്കെ ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിനൊപ്പം ഭജൻ ഷോസ് നടത്താൻ പറ്റിയിട്ടുണ്ട്, എബ്രോഡ് ആയാലും. അതൊക്കെ ഒരു വലിയൊരു വരം തന്നെയാണ്. ഇത്ര വലിയൊരു ലെജൻഡിന്റെ എന്താ പറയാ, ഈ ഒരു വലിയൊരു ബാനിയൻ ട്രീയുടെ തണലിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ വരം തന്നെ. ഒപ്പം ഈ സാധാരണ ഇപ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട ഗായകരും ഗായികമാരും ഒക്കെയാണ് ഈ സ്റ്റേജുകളെ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ പ്രാവീണ്യമൊക്കെ നേടിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഈ സ്റ്റേജുകളിലും, അതായത് സ്റ്റുഡിയോയ്ക്ക് പുറത്ത് നിൽക്കുമ്പോഴും ഒന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ. അതിനെ കൂടി എങ്ങനെയാണ് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്? ശരിക്കും മനസ്സിലായില്ല. അതായത് ഇപ്പോൾ പ്രശസ്തരായ പല ഗായകരും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ആ സ്റ്റുഡിയോയിലെ മികവ് പുലർത്താൻ പറ്റാറുണ്ടോ, സ്വീകാര്യത ലഭിക്കാറുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പറയാറുണ്ട്. പക്ഷെ പുതുതലമുറ പലപ്പോഴും അങ്ങനെയല്ല, അവർ സ്റ്റേജുകളെ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. അതെ അതെ ശരിയാണ്. യെസ്, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ അദ്ദേഹം ഈ സ്റ്റേജ് ഷോകളിലും നിറഞ്ഞു നിൽക്കാറുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ഗാനത്തെ അത് നേരത്തെ റെക്കോർഡ് ചെയ്തതാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാറില്ല. അതെ 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 അതായത് ശ്രുതി ശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ ഇത്ര പെർഫെക്ഷനോട് കൂടി പാടുന്നു എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാടുമ്പോ അത് അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് നേച്ചറാണ്. അതായത് അത്ര നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെൽഫാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് സ്റ്റേജിൽ അങ്ങനത്തെ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു ഇൻഹിബിഷനും പാടില്ല. അപ്പൊ അദ്ദേഹത്തിന് യാതൊരു ഇൻഹിബിഷൻ, ബേസിക്കലി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫിൽറ്റർ ഇല്ലല്ലോ. അപ്പം ആ ഒരു നാച്ചുറൽ കുട്ടികളെ പോലുള്ള ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ അതേ നാച്ചുറൽനെസ് അദ്ദേഹത്തിന്റെ സിംഗിങ്ങിലും സ്റ്റേജിൽ കാണുമായിരുന്നു. അപ്പം ഒരു ശ്വാസം വലിക്കുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന് സിംഗിങ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ വൈ ഹീസ് എ ലെജൻഡ് എന്നുള്ളതിന്റെ കാരണം ഇതൊക്കെയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മരണാഞ്ജലി എന്ന നിലയിൽ ഒരു ഗാനം ആലപിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ പുറത്താണ്, ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും. ശരി തീർച്ചയായും, എനിക്ക് സാഹചര്യം അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ. അതെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ശരി വളരെ താങ്ക് യു സോ മച്ച്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.